السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഗദ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദ ഇലൽ മസ്ജിദി, ആരെങ്കിലും പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ, എങ്ങനെ ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറ, അവൻ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് എന്തെങ്കിലും ഒരു ഖൈറ് പഠിക്കാൻ വേണ്ടി, ഒരു നന്മ പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഔ യുഅല്ലിമഹു, അല്ലെങ്കിൽ ആ ഖൈറിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഭൗതികമായ മറ്റൊരു നേട്ടവും അവൻ എന്ത് ചെയ്യുന്നില്ല, ആ പള്ളി പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു, പരിപൂർണമായ നിലയിൽ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്താൽ എന്ത് പ്രതിഫലമാണോ ആ മനുഷ്യന് ലഭിക്കുക, ആ പ്രതിഫലം പള്ളിയിലേക്ക് പോയ വ്യക്തിക്ക് ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. താമ്മൻ ഹജ്ജതുഹു എന്ന റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരാൾ ഹജ്ജ് ചെയ്താൽ എന്താണോ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുക, അത് തന്നെ അയാൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ പ്രതിഫലം പഠിപ്പിച്ചെടുത്ത് പറഞ്ഞു, മബ്റൂറായ, സ്വീകാര്യോഗ്യമായ, പുണ്യമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. മറ്റു ചില ഹദീസുകൾ പഠിപ്പിച്ചു, ഒരു പിറന്നു വീണ കുട്ടി എങ്ങനെയാണോ ഉണ്ടാവുക അങ്ങനെയായി ഒരു മനുഷ്യൻ മാറുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ പല മസ്ജിദുകളിലായിക്കൊണ്ടും പല രൂപത്തിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുന്ന, അവൻ്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്ന, തൗഹീദും സുന്നത്തും പറയുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്, എത്തിപ്പെടാറൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ നല്ലൊരു നീയത്തും കൂടെ ഉണ്ട് എങ്കിൽ, ഞാനിത് ദീനിലെ ഒരു ഖൈറ് മാത്രം പഠിക്കാനാണ് അല്ലെങ്കിൽ പഠിപ്പിക്കാനാണ് എന്നുള്ള ഒരു ചെറിയ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ വമ്പിച്ച പ്രതിഫലം നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.